നമസ്കാരം. ഇന്ന് നമ്മുടെ വെയ്റ്റ് ലൂസ് എക്സർസൈസിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു എക്സർസൈസുകളൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. എന്നാലും അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2-3 എക്സർസൈസുകളൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പതിയെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കാലുകൾ ഇതുപോലെ ഷോൾഡറിൻ്റെ അകത്ത് വെക്കുന്നു, കൈകൾ ശരീരത്തിൻ്റെ ഇരുവശങ്ങൾ. ഓക്കെ, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ നെക്ക് എക്സർസൈസുകളുണ്ടാണ്. കാര്യം നമ്മുടെ നെക്ക് മസിൽസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമ്മൾ നെക്കിൻ്റെ ആ ഒരു എക്സർസൈസുകളാണ് നമ്മൾ ചെയ്യുന്നത്. നെക്കിൻ്റെ എക്സർസൈസ് നമ്മൾ സാവധാനത്തിലാണ് ചെയ്യുന്നത്. കൈകൾ ഇരുവശങ്ങളിലും നോട്ടം നേരെ, ശ്വാസം എടുത്തുകൊണ്ട് തലനേരെ മുകളിലേക്ക് ഉയർത്തുക, നോട്ടം നേരെ മുകളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം തല താഴേക്ക്, താടി നെഞ്ചിലേക്ക് ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. വീണ്ടും ശ്വാസം എടുത്ത് തലനേരെ മുകളിലേക്ക്, നോട്ടം നേരെ മുകളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം തല താഴേക്ക്, നമ്മുടെ താടി നെഞ്ചിലേക്ക് ടച്ച് ചെയ്യുക. ഒന്നുകൂടി ശ്വാസം എടുത്തുകൊണ്ട് തലനേരെ മുകളിലേക്ക്, നോട്ടം നേരെ മുകളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം തല താഴേക്ക്, താടി നെഞ്ചിലേക്ക് ടച്ച് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് തല നേരെ കൊണ്ടുവരുന്നു, നോട്ടം നേരെ ഇരിക്കണം. ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തല ഒന്ന് തിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് തല ഒന്ന് തിരിക്കുന്നു. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തല ഒന്ന് തിരിക്കുന്നു. ഒന്നുകൂടി ശ്വാസം എടുത്തുകൊണ്ട് തല നേരെ കൊണ്ടുവരുന്നു. ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് തല ഒന്ന് തിരിക്കുന്നു. ശ്വാസം എടുത്തുകൊണ്ട് തല നേരെ കൊണ്ടുവരിക, നോട്ടം നേരെ ഇരിക്കണം. ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഇടതുവശത്തേക്ക് സാവധാനം ഒന്ന് ചരിക്കുക. ശ്വാസം എടുത്ത് നേരെ വരുന്നു. ശ്വാസം വിട്ട് റൈറ്റ് സൈഡിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ട് ലെഫ്റ്റ്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ട് റൈറ്റ്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ട് ലെഫ്റ്റ്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരുന്നു. ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തല ഒന്ന് ചരിക്കുന്നു. പതിയെ നമ്മുടെ ലെഫ്റ്റ് ഷോൾഡറിൽ നിന്ന് ശ്വാസം എടുത്ത് തല ഉയർത്തി ഒരു ഹാഫ് സർക്കിൾ അർദ്ധചക്രം വരയ്ക്കുക. തല റൈറ്റ് ഷോൾഡറിലേക്ക് കൊണ്ടുവരുന്നു. ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തി അടുത്തൊരു ഹാഫ് സർക്കിൾ വരയ്ക്കുക. ശ്വാസം എടുത്ത് തല ഉയർത്തി ഒരു ഹാഫ് സർക്കിള്. ശ്വാസം വിട്ട് തല താഴ്ത്തി ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുന്നു. ഒന്നുകൂടി ശ്വാസം എടുത്ത് തല ഉയർത്തി ഒരു ഹാഫ് സർക്കിള്. ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തുക, ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുക. തല നേരെ ഇടതുവശത്ത് കൊണ്ടുവരുന്നു. ശ്വാസം എടുത്ത് മധ്യഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. ശ്വാസം വിട്ട് റൈറ്റ് സൈഡിലേക്ക് തല ചരിക്കുക. ശ്വാസം എടുത്ത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലൂടെ ഇതുപോലെ തല ഒന്ന് റൊട്ടേറ്റ് ചെയ്യാണ്. ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തി ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. ഒന്നുകൂടി ശ്വാസം എടുത്ത് തല ഉയർത്തി. ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തി തല ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഒന്നുകൂടി ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തി നമ്മുടെ റൈറ്റ് ഷോൾഡറിൻ്റെ നേരെ ഇതുപോലെ തല ചരിച്ചു കൊണ്ടുവരുന്നു. ദെൻ ശ്വാസം എടുത്ത് മധ്യഭാഗത്തേക്ക് കൊണ്ടുവരിക. ഓക്കെ, റിലാക്സ് ചെയ്യും. അപ്പോൾ നെക്കിൻ്റെ എക്സർസൈസ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മളിനി ഇന്നലെ ചെയ്തതുപോലെ തന്നെ കൈകൾ ഇരുവശങ്ങൾ ഇങ്ങനെ വയ്ക്കുന്നു. ശ്വാസം എടുത്ത് നോട്ടം നേരെ മുകളിലേക്ക് കൈപ്പത്തികൾ ചേർക്കുക. ശ്വാസം വിട്ട് താഴേക്ക് കൈകൾ ഇതുപോലെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു, ഇതുപോലെ ചേർക്കുന്നു. ഓക്കെ, ഇത്തിരി ഫാസ്റ്റായിട്ട് ചെയ്യണം. 10 തവണയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നമ്മുടെ കൈകളൊന്ന് റൊട്ടേറ്റ് ചെയ്യാൻ വേണം. അതും നമ്മൾ 10 തവണ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കൈകൾ ഇതുപോലെ ഇരുവശങ്ങളിലും വയ്ക്കുന്നു. ശ്വാസം എടുത്ത് കൈകൾ മുന്നിലൂടെ എടുത്ത് ശ്വാസം വിട്ട് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ശ്വാസം എടുത്ത് 2, 3, 4, 5, 6, 7, 8, 9 and 10. അതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയ്യണേ. ശ്വാസം എടുത്തുകൊണ്ട് ഇതുപോലെ കൈയൊന്ന് ഒരു ഹാഫ് സർക്കിൾ കറക്കുന്നു. ശ്വാസം വിട്ട് കൈകൾ താഴ്ത്തുന്നു. ഓക്കെ, ദെൻ 2, then 3, then 4, 5, 6, 7, 8, 9
ആൻഡ് chin. ഓക്കെ, റിലാക്സ് ചെയ്യുക. ഓക്കെ, 10 തവണയെ. ഇനി നമ്മൾ ഇന്ന് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണം. ഇവിടെ കൈകൾ ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിക്കാം. എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഇരുവശങ്ങളിലേക്ക് സ്ട്രെച്ച് ഔട്ട് ചെയ്യുക. ചെസ്റ്റ് മാക്സിമം പുഷ് ചെയ്യണം. നമ്മളിത് ഫാസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു എന്നാ പറയുന്ന ആ ഒരു വെയ്റ്റ് ലോസ് എക്സർസൈസിനുള്ള ആ ഒരു രീതിയിലോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് ചെയ്യുക. ഇതുപോലെ ഞാൻ കാണിച്ചു തരാം. നമ്മളിതുപോലെ ഷോൾഡർ ടു പാം ഒറ്റ ലൈനായിരിക്കണേ. ഒരിക്കലും ഇങ്ങനെ വയ്ക്കരുത്. ഷോൾഡർ ടു പാം ഒറ്റ ലൈനായിരിക്കണം. ഈ കൈകൾ വശങ്ങളിലേക്ക് ഇതുപോലെ കൊണ്ടുവരും. അപ്പോഴും അതേപോലെ തന്നെ ഒറ്റ ലൈനിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും ഇങ്ങനെ പോകരുത്. ഇത് തെറ്റാണ്. എല്ലാവരും നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് തുടങ്ങും, പക്ഷെ ആ കൈ നേരെ ഇങ്ങനെ പോകും. ഓക്കെ, ഈ സൈഡിലേക്ക് ഇങ്ങനെ പോകും. തെറ്റാണ്. കൈ ഇങ്ങനെ വെച്ചിട്ട് ശ്വാസം എടുത്ത് ഇതുപോലെ അങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം വിട്ട് ക്ലോസ് ചെയ്യുക. ഓക്കെ, നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, കാലുകൾ ഷോൾഡറിൻ്റെ അകത്ത് വയ്ക്കുന്നു. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, റിലാക്സ് ചെയ്യുക. 10 തവണ ചെയ്താൽ മതിയേ. നമ്മൾ ഇന്നൊരു സൈഡ് ബെൻഡ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കാലുകൾ ഇതുപോലെ ഷോൾഡറിൻ്റെ അകത്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡ് ബെൻഡ് ചെയ്യാം. പക്ഷെ ഞാനിവിടെ ചെയ്യുന്നത് നമ്മൾ കൈയുടെ വിരലുകൾ ഇൻ്റർലോക്ക് ചെയ്തിട്ട് നമ്മുടെ പാംസ് മുകളിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കാലുകൾ ഇതുപോലെ ഷോൾഡറിൻ്റെ അകത്ത് വയ്ക്കുന്നു. ശ്വാസം എടുത്ത് കൈയുടെ വിരലുകൾ ഇൻ്റർലോക്ക് ചെയ്ത് പിടിക്കുക. നമ്മുടെ അപ്പർ ആംസ് ചെവിയിൽ ടച്ച് ചെയ്തിരിക്കണേ. ഇങ്ങനെ വയ്ക്കരുത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ടൊക്കെ തോന്നും. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് കൂടുതൽ ബെനഫിറ്റ് കിട്ടുന്നത് ആ എൽബോസ് സ്ട്രെയിറ്റ് ചെയ്ത് പിടിച്ച് നമ്മുടെ ആ ഒരു അപ്പർ ആംസ് ചെവിയിൽ ടച്ച് ചെയ്തിരിക്കുമ്പോഴാണ്. അതാണ് നമ്മുടെ ഷോൾഡർ മസിൽസ് നല്ലതായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ ഇത്രയും കൊണ്ട് കൈനിവരണമൊന്നുമില്ല. നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്യുക. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് കയറിക്കഴിഞ്ഞാൽ നമ്മൾ ആക്റ്റീവായിട്ടിരിക്കണം. ഒരിക്കലും നമ്മൾ സാധാരണ ഞാൻ ഈ രാവിലെ പഠിപ്പിക്കാനായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ ക്ലാസ്സിലോട്ട് കയറി കഴിയുമ്പോൾ ഞാൻ ഇവിടെ അടുത്തൊരു റിസോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ആ കയറുമ്പോൾ തന്നെ അവിടെ ഇരിക്കുന്നവരെ ഞാനൊന്ന് നോക്കും. ഒരു ഗുഡ് മോർണിംഗ് പറയും. അതിൻ്റെ ഒപ്പം നമ്മളൊന്ന് ശരിക്കും അതിൻ്റെ കൂട്ടത്തിൽ അവരൊന്ന് നോക്കും. മീൻസ് അവരൊന്ന് ഒബ്സർവ് ചെയ്യും എങ്ങനെയാണ് അവരുടെ ഫിസിക്കൽ. ഒത്തിരി പ്രായമുള്ളവരാണ്, തീരെ പ്രായം കൂടിയവരാണെങ്കിൽ മാത്രമേ ഞാൻ ഇരുത്തിയിട്ട് ലൂസിനിങ് എക്സർസൈസ് ചെയ്യിക്കുള്ളൂ. മീൻസ് സൂക്ഷ്മ വ്യായാമങ്ങൾ ഇരുത്തിക്കൊണ്ട് ചെയ്യിക്കുന്നത് തീരെ പ്രായമായവർ മാത്രമേ ഞാൻ ചെയ്യിക്കുള്ളൂ. അതല്ല അത്യാവശ്യം നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിർത്തിക്കൊണ്ടുള്ള സൂക്ഷ്മ വ്യായാമങ്ങളെ ചെയ്യിപ്പിക്കാറുള്ളൂ. കാര്യം വെച്ചാൽ നമ്മൾ രാവിലെ വരുന്നത് എപ്പോഴും, രാവിലെ അല്ല മീൻസ് എപ്പോഴാണെങ്കിലും യോഗ ചെയ്യാനായിട്ട് വരുന്നത് ആക്റ്റീവായിട്ട് ആ ഒരു എനർജിയോടുകൂടി നിൽക്കാനായിട്ടാണ് വരുന്നത്. ശരിക്കും ചില സമയത്തൊക്കെ നമ്മുടെ ക്ലാസ്സിൽ സംഭവിക്കുന്നത് വെച്ചാൽ ഞാൻ രാവിലെ വലിയ കാര്യത്തിനായിട്ട് കയറി ചെല്ലും, ഗുഡ് മോർണിംഗ് ഒക്കെ പറയും. ശരിക്കും ഈ പറയുന്ന എല്ലാവരും നോക്കും. അപ്പോൾ ഇതിലൊരു പകുതിയോളം പേര് താഴെ ഇരിക്കും. കാര്യം വെച്ചാൽ അവർക്ക് ആ യോഗ ഒന്ന് ചെയ്തെന്ന് മതി, എന്നാൽ അതിലോട്ട് ഫുള്ളായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് ഒരാഗ്രഹം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാര്യം വെച്ചാൽ അവരുടെ ആ ഒരു ഫേസിൽ നിന്ന് നമുക്കത് വായിച്ചെടുക്കാൻ പറ്റും. എനിവേ, അപ്പോഴേ ഞാൻ പറഞ്ഞത് നമ്മൾ മാക്സിമം ഡെഡിക്കേറ്റ് ചെയ്യണം. നമ്മൾ ചുമ്മാ ഇങ്ങനെ വെച്ചിട്ട് ചെയ്താലും സൈഡിലോട്ട് ബെൻഡ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ബെനഫിറ്റ് ഉണ്ട്. നമ്മൾ ആക്റ്റീവായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക, അങ്ങനെ പഠിക്കുക. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് പതിയെ ചെയ്യാം. കൽപ്പത്തിൽ ഷോൾഡറിൻ്റെ അകത്ത് വയ്ക്കുന്നു. ശ്വാസം എടുത്ത് ഇന്റർലോക്ക് ചെയ്ത് പിടിക്കുന്നു. കൈകൾ ഇതുപോലെ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുന്നു. ഓക്കെ, കൈവെള്ളം മുകളിലേക്ക് ഫേസ് ചെയ്യണം. അപ്പർ ആംസ് ചെവിയിൽ ടച്ച് ചെയ്തിരിക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നിന്നിട്ട് ശ്വാസം വിട്ട് 1, ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 2 3 4 5 6 7 8 9 and 10. നിവർന്ന് റിലാക്സ് ചെയ്യുക. ഓക്കെ, 10 തവണ ചെയ്താൽ മതിയേ. ഇനി നമ്മൾ ഇന്നലെ ചെയ്തതുപോലെ തന്നെ ആ ഒരു ട്വിസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. നമ്മളിതുപോലെ കൈ പിടിക്കുന്നു, എൽബോസ് ഒറ്റ ലൈനിൽ കൊണ്ടുവരാണ്ട് ശ്രമിക്കുക. മധ്യഭാഗത്ത് സെൻട്രലിൽ വരുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. വശങ്ങളിലേക്ക് പോകുമ്പോൾ ശ്വാസം വിടുക, പുറത്തേക്ക് വിടുക. ഓക്കെ, ഞാനത് ശ്വാസം ഞാനിവിടെ പറഞ്ഞ് ചെയ്യിപ്പിക്കാത്തതിൻ്റെ കാര്യം വെച്ചാൽ നമ്മളിതൊരു വെയ്റ്റ് ലോസ് എന്നൊരു എയിമിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്യും. അങ്ങനെ ഫാസ്റ്റായിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ശ്വാസത്തിൽ ഒത്തിരി നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക, അതനുസരിച്ച് ചെയ്യുക. ഓക്കെ,
ഗ്രാജുവലി ആണെങ്കിൽ നിങ്ങൾ ആ ഒരു സ്പീഡ് കൂട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കൈപിടിക്കുന്നു, ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 and 20. റിലാക്സ് ചെയ്യുക. ഓക്കെ, റെസ്റ്റ് ചെയ്യുക. നമ്മൾ കൈകൾ നേരെ ഹിപ്പിലേക്ക് വയ്ക്കുക. കാൽപ്പത്തിൽ ഷോൾഡറിൻ്റെ അകലത്തിൽ തന്നെ വെക്കണേ. ഞാൻ ഈ ഷോൾഡറിൻ്റെ അകലം കുറേ എപ്പോഴെപ്പോഴും പറയുന്നതിൻ്റെ കാര്യം വെച്ചാൽ, നോർമലി നമ്മൾ സാധാരണ നമ്മൾ യോഗ സമ്പ്രദായങ്ങളൊക്കെ നിന്നിട്ട് ചെയ്യുമ്പോഴത്തേക്കും കാൽപ്പത്തികൾ ഇങ്ങനെ ചേർത്ത് വയ്ക്കാറുണ്ട്. നല്ലതാണത്. നമ്മൾ ഈ വിന്യാസ യോഗയും അല്ലെങ്കിൽ അഷ്ടാംഗ വിന്യാസം എന്ന് പറയുന്ന യോഗയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നിൽക്കുന്നതിന് സമസ്ഥിതി എന്ന് പറയുന്ന ആ ഒരു പൊസിഷനാണ് പറയുന്നത്. നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന, ആ ഒരു എനർജറ്റിക് ആയിട്ട് നിൽക്കുക. പക്ഷേ നമ്മൾ ലൂസ്നി എക്സർസൈസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ജോയിൻ്റ് എക്സർസൈസ്, അല്ലെങ്കിൽ സൂക്ഷ്മ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ നിന്നിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബാലൻസ് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ കാൽപ്പത്തിൽ ഷോൾഡറിൻ്റെ അകലത്തിൽ വെച്ച് 2 കാൽപ്പത്തിലും ഒരേപോലെ ശരീരഭാരം കൊണ്ടുവന്ന് വേണം ചെയ്യാൻ. ഞാൻ ഈ 2 കാൽപ്പത്തിൽ ഒരേപോലെ ശരീരഭാരം കൊണ്ടുവന്ന് ചെയ്യണമെന്ന് പറയാൻ കാര്യം വെച്ചാൽ, നമ്മുടെ സ്വന്തം എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്. നമ്മൾ ചിലയിടത്ത് പഠിപ്പിക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കും അവർ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നവർ പലതരത്തിലുള്ള ആളുകളായിരിക്കുമല്ലോ. അപ്പം ചില ആളുകളൊക്കെ ഇങ്ങനെ നിൽക്കും. അതായത് ഈ ഒരു കാലിൽ മാത്രം ഫുൾ വെയിറ്റ് ഇട്ട് നിൽക്കും, മറ്റേ കാല് പതിയെ ഇങ്ങനെ വെക്കും. അവരിങ്ങനെ പിടിച്ചിട്ട് നിൽക്കും. നമ്മൾ പറയും 2 കാലിൽ ഒരേപോലെ വെയിറ്റ് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാത്തില്ല. പിന്നെ ചെയ്ത് കാണിക്കണം, ഇതുപോലെ നിർത്തി കാണിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ആ 2 കാലിൽ ഒരേപോലെ വെയിറ്റ് കൊണ്ടുവന്ന് ആ ഒരു ഷോൾഡറിൻ്റെ അകലത്തിൽ നിന്നിട്ട് വേണം ചെയ്യാൻ. മറ്റ് യോഗ സമ്പ്രദായങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ അഷ്ടാംഗ വിന്യാസത്തിലൊക്കെ എല്ലാ ആസനാസും സ്റ്റാർട്ട് ചെയ്യുന്നത്, നിന്നിട്ടുള്ള എല്ലാ ആസനാസും സ്റ്റാർട്ട് ചെയ്യുന്നത് സമസ്ഥിതി എന്ന് പറയുന്ന ഈ ഒരു പൊസിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ആ ഒരു സമ്പ്രദായത്തിൻ്റെ രീതിയാണ്. അതിൻ്റെ അകത്ത് ഇതുപോലെ ലൂസ്നി എക്സർസൈസോ അല്ലെങ്കിൽ വാമപ്പ് എക്സർസൈസോ ഒന്നുമില്ല. അതിൻ്റെ അകത്ത് സൂര്യനമസ്കാരം A, സൂര്യനമസ്കാരം B, അത് കഴിഞ്ഞിട്ട് പിന്നെ സീക്വൻസ് പോലെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇതിൽ നമ്മൾ കാൽപ്പത്തിൽ ഇതുപോലെ ഷോൾഡറിൻ്റെ അകലത്തിൽ വെച്ചിട്ട് വേണം എപ്പോഴും ചെയ്യാൻ. ഓക്കെ, ശരി. ഇനി നമ്മുടെ ഹിപ്പ് റൊട്ടേഷനാണ്. ഹിപ്പ് റൊട്ടേഷൻ നിങ്ങൾ സാവധാനത്തിൽ ചെയ്യാവുള്ളൂ. അപ്പോൾ കൈപ്പത്തികൾ ഇതുപോലെ ഹിപ്പിലേക്ക് വെക്കുന്നു. അത് വളരെ സാവധാനത്തിൽ ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 and 5. ഓക്കെ, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് 1 2 3 4 and 5. റിലാക്സ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ കാലിൻ്റെ മുട്ട് മുകളിലേക്ക് ഉയർത്താൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ നിൽക്കുന്നു, കാൽപ്പത്തിൽ ഷോൾഡറിൻ്റെ അകലത്തിൽ. എന്നിട്ട് നമ്മൾ സാവധാനം, മീൻസ് ആദ്യം പതിയെ ഉയർത്തിയിട്ട് പിന്നെ സ്പീഡിലോട്ട് ചെയ്യണേ. നമ്മൾ അപ്പോൾ ഇന്നൊരു 30 തവണ ചെയ്യും. ഇന്നലെ നമ്മൾ 20 തവണയാണ് ചെയ്തത്. നിങ്ങൾ ഒരുപക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ 20 തവണയോ അല്ലെങ്കിൽ 10 തവണയോ ചെയ്യാൻ പറ്റുള്ളൂ. അത് മതി, ഒത്തിരി പുഷ് ചെയ്യണ്ട. അപ്പോൾ എന്നാലും ഒന്ന് ട്രൈ ചെയ്യുക. ഒരു 2 എണ്ണമെങ്കിലും കൂടുതൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ശരി. നമ്മളിങ്ങനെയൊക്കെയാണ്. ഇതുപോലെ വലത് കാലിൻ്റെ മുട്ടൊന്ന് ഉയർത്തുന്നു, ദെൻ ഇടത് കാലിൻ്റെ മുട്ടൊന്ന് ഉയർത്തുന്നു. 2, ഓക്കെ, ദെൻ 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. റിലാക്സ് ചെയ്യും. ഓക്കെ, റെസ്റ്റ് ചെയ്യുക. നിങ്ങളെ കൊണ്ട് എന്തുമാത്രം ഉയർത്താൻ പറ്റുമോ അത്രയും ഉയർത്തിയാൽ മതി. ഒരു പക്ഷേ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇത്രയും പൊങ്ങുള്ളൂ, അത്രയും മതി. ഓക്കെ, ശരി. ഇനി നമ്മൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ വലത് കാല് ഒരു 2 അടി പുറയിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. ശരി, ഇതുപോലെ വലത് കാല് 2 അടി
പുറകിലേക്ക് ഇറക്കി വയ്ക്കുന്നു. എന്നിട്ട് കൈയുടെ ആ ഒരു ഫിസ്റ്റ് നമ്മുടെ തലയുടെ ഇരുവശങ്ങളിലും കൊണ്ടുവന്ന് കൊടുക്കണം. ഇരുവശങ്ങളിലുമാണ് സാധാരണ നമ്മളിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ കൊണ്ടുവന്ന് പിടിക്കും, അങ്ങനെയല്ല, ഇരുവശങ്ങളിൽ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ വയ്ക്കുന്നു. 20 തവണ തന്നെ ചെയ്യുന്നുള്ളൂ. ഇന്ന് നമ്മൾ 20 തവണയാണ് ചെയ്തത്. അത് തന്നെ ഇന്നും ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ വയ്ക്കുന്നു. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടിട്ട് വലത് കാലിൻ്റെ മുട്ട് നമ്മുടെ ഇടത് കൈയുടെ കൈമുട്ടിലേക്ക് കൊണ്ടുവരികയാണ്. 1, ഇത്രയേ ഉള്ളൂ. Then 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. Okay, relax ചെയ്യും. റെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാൻ പോയാണ്. അപ്പോൾ നേരെ ഇടത് കാല് ഇതുപോലെ 2 അടി ഇറക്കി വയ്ക്കുക. കൈകൾ ഇരുവശങ്ങളിൽ. ഓക്കെ, ശ്വാസമെടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കാലിൻ്റെ മുട്ട് വലത് കൈമുട്ടിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, and 20. Relax here. Okay. ഇനി നമ്മൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ നമ്മുടെ യോഗ ബ്ലോക്ക് അല്ലെങ്കിൽ പില്ലോയോ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ വെക്കുന്നു. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുന്നിൽ മാറി ഇതുപോലെ നിൽക്കുകയാണ്. ഓക്കെ, കൈകൾ ഇരുവശങ്ങളിലും വയ്ക്കുക. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് മുട്ടുമടക്കി കൈകൾ ഇതുപോലെ മുന്നിലേക്ക് കൊണ്ടുവരിക. ജസ്റ്റ് ഒന്ന് ബട്ടക്സ് ഒന്ന് ടച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇരിക്കുക. നിവർന്ന് ശ്വാസം എടുത്ത്. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, and 10. Relax here. Okay, rest here. ഇനി കാൽപ്പത്തികൾ ഷോൾഡറിൻ്റെ അകത്തിൽ വെച്ച് ഇതുപോലെ യോഗ മാറ്റിൻ്റെ അറ്റത്ത് വന്ന് നിൽക്കണേ. ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തി. ശ്വാസം വിട്ട് മുന്നിലേക്ക് ബെൻഡ് ചെയ്തു. ഓക്കെ, ശ്വാസം എടുത്ത് മുന്നിലേക്ക് നടന്ന് കയറി. ശ്വാസം വിട്ട് പ്ലാങ്ക് പോസ്റ്ററിലേക്ക് വരിക. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് പുറകിലേക്ക് നടക്കുക. ശ്വാസം എടുത്ത് നിവർന്ന്. Then 2, 3, 4, 5,
ഒരെണ്ണം കൂടെ നമ്മൾ ഇന്ന് ചെയ്യണേ. 6 റിലാക്സ് ചെയ്യും. ഓക്കെ, പതിയെ റെസ്റ്റ് ചെയ്യും. ഇനി നമ്മൾ പുറകിലേക്ക് കിടക്കുക. ഓക്കെ, ഒന്ന് കിടന്ന് റിലാക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നലെ ട്വിസ്റ്റിംഗ് എക്സർസൈസ് ചെയ്തിരുന്നു. അത് ഇന്നലെ നമ്മൾ 50 എണ്ണമാണ് ചെയ്തത്. ഇന്ന് നമ്മളത് 60 എണ്ണമാണ് ചെയ്യാൻ പോകുന്നത്. കൈകൾ ഇരുവശങ്ങളിലേക്കും സ്ട്രെച്ച് ഔട്ട് ചെയ്ത് വയ്ക്കുക. ഷോൾഡർ ടു പാം, ഒറ്റ ലൈനായിരിക്കണം. 2 കാലുകളും മടക്കുന്നു, കാൽപ്പത്തികൾ ചേർത്ത് വയ്ക്കുന്നു, കാൽമുട്ടുകൾ ചേർത്ത് വയ്ക്കുന്നു. ഓക്കെ, ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് 2 കാലിൻ്റെ മുട്ടുകളും ഇടതുവശം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. നോട്ട് നേരെ റൈറ്റ് കൈയിലേക്ക് അല്ലെങ്കിൽ വലത് കൈയിലേക്ക്. ശ്വാസം എടുത്ത് നേരെ വരുന്നു, ശ്വാസം വിട്ട് ഓപ്പോസിറ്റ് സൈഡ് ഇടത് കൈയിലേക്ക് നോട്ടം ചെല്ലണം. മുട്ടുകൾ രണ്ടും റൈറ്റ് സൈഡിലേക്ക്. ഓക്കെ, 2, then 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, and 60. Then relax. 60 എണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് റിലാക്സ് ചെയ്യുക. ശരി, നമ്മൾ ഇന്ന് ഒരു എക്സർസൈസ് ആഡ് ചെയ്യാണ് നമ്മുടെ സ്റ്റൊമക്ക് മസിൽസിനുള്ളത്.
നമ്മൾ കൈകൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതുപോലെ വയ്ക്കാം. ഇതുപോലെ വയ്ക്കുന്നത് ഒരല്പം അഡ്വാൻസ് ലെവലാണ്. നമ്മൾ ശവാസനത്തിൽ കിടക്കുമ്പോൾ ഇതുപോലെയാണ് വെക്കാറുള്ളത്. അതല്ല, നിങ്ങൾക്ക് ഇതുപോലൊരു സപ്പോർട്ടിന് വേണ്ടി കൈവെള്ള ഫ്ലോറിൽ പതിച്ച് വയ്ക്കാം. അതല്ലെങ്കിൽ കൈപ്പത്തികൾ ബട്ടക്സിന് താഴെ കൊണ്ടുവന്നിട്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഒത്തിരി ഇൻറ്റൻസീവ് ആയിട്ടുള്ളതല്ല ചെയ്യുന്നത്. ഓരോ കാല് ശ്വാസം എടുത്ത് ഉയർത്തുന്നു, താഴ്ത്തുന്നു. ഓക്കെ. കാര്യം നമ്മളിപ്പോൾ ഇന്നലെയാണ് ഇത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഒത്തിരി പേര് പുതിയതായിട്ട് ചെയ്യുന്നവരുണ്ടാകാം. അവർക്ക് ഒരുപക്ഷെ 2 കാലും ഒരുമിച്ച് ഉയർത്താൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളൊരു 10 ദിവസമോ അല്ലെങ്കിൽ ഒരു 15 ദിവസമോ ഓരോ കാല് വീതമാണ് ഉയർത്തുന്നത്. അതിനുശേഷം അത് 2 കാലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ. അപ്പോൾ ഞാനിതുപോലെ കൈകൾ ഇങ്ങനെയാണ് വെക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ലോവർ ബാക്ക് തറയിൽ മുട്ടിരിക്കണം. നമ്മുടെ കൈവെള്ള മുകളിലേക്ക് ഫേസ് ചെയ്തിരിക്കണം. ശ്വാസം എടുത്ത് വലത് കാലിൻ്റെ പത്തി ഫ്ലെക്സ് പിടിക്കുക. കാലിൻ്റെ 6 ടോസ് മുകളിലേക്ക് നിർത്തണം. കാല് ആക്റ്റീവായിരിക്കണേ. ശ്വാസം എടുത്ത് ഇതുപോലെ ഉയർത്തുന്നു, നേരെ കൊണ്ടുവരിക. കാലിൻ്റെ പത്തി കൂർപ്പിച്ച് ശ്വാസം വിട്ട് സാവധാനം താഴേക്ക്. ആ സെയിം കാല് തന്നെ ശ്വാസം എടുത്ത് ഉയർത്തിയണേ. ശ്വാസം വിട്ട് താഴ്ത്തുന്നു. ശ്വാസം എടുത്ത് വലത് കാല് ഉയർത്തുന്നു, വീണ്ടും ശ്വാസം വിട്ട് 3, then 4, 5, 6, 7, 8, 9 and 10. Okay, relax ചെയ്യുക. ഒന്ന് റെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്കും ഓപ്പോസിറ്റ് കാലുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോയാണ്. ഇത് ഓരോ കാലും മാറി മാറി ഉയർത്തുന്ന ഒരു രീതിയുണ്ട്. നല്ലതാണ്. പക്ഷേ ഒരു കാല് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉയർത്തുമ്പോഴത്തേക്ക് ഇത്തിരി കൂടെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ. അപ്പോൾ നമുക്കിനി ഇടത് കാലിന് ചെയ്യാം. കാലിൻ്റെ പത്തികൾ ഫ്ലെക്സ് പിടിക്കുക. ഇടത് കാല് ശ്വാസം എടുത്ത് ഇതുപോലെ ഉയർത്തുന്നു. ഇടത് കാലിൻ്റെ പത്തി കൂർപ്പിച്ച് ശ്വാസം വിട്ട് താഴ്ത്തുന്നു. 1, then ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 2, ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 3, ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 4, ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 5, ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 6, ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 7, ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 8, ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 9, ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 10. റിലാക്സ് ചെയ്യുക. ഓക്കെ. നമുക്ക് ഒരു ട്വിസ്റ്റിംഗ് എക്സർസൈസ് കൂടെ ഇന്ന് ആഡ് ചെയ്യാം. ഒത്തിരി ചെയ്യേണ്ട. ഒരു 3 തവണ. 3 തവണ മീൻസ് നമ്മൾ വലതുവശത്തേക്ക് വരുന്നു, ദെൻ ഇടതുവശത്തേക്ക് വരുന്നു. അതാണ് നമ്മൾ ഒന്നിപ്പോൾ കൗണ്ട് ചെയ്യാൻ പോകുന്നത്. 3 തവണ ചെയ്താൽ മതി. കാര്യം ഇത് രണ്ടാമത്തെ ദിവസമാണ്. ഒത്തിരി ശരീരത്തിനെ പുഷ് ചെയ്യേണ്ട. ഇനി അഥവാ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. പതിയെ ചെയ്തെടുത്താൽ മതി. ഒത്തിരി ശരീരത്തിനെ പുഷ് ചെയ്യരുത്. ഓക്കെ. ശരി. ഇതുപോലെ 2 കാലുകളും മടക്കുക. കാൽപ്പത്തികൾ ചേർത്ത് വയ്ക്കണം. കാൽമുട്ടുകൾ ചേർത്ത് വയ്ക്കണം. കൈകൾ ഇരുവശങ്ങളിലേക്ക് സ്ട്രെച്ച് ഔട്ട് ചെയ്ത് വയ്ക്കുക. ശ്വാസം എടുത്ത് ഇതുപോലെ കാലുകൾ ഉയർത്തുക. കാലിൻ്റെ പത്തി ഫ്ലെക്സ് പിടിക്കുക. ശ്വാസം വിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. നോട്ട് നേരെ വലത് കൈവിരലിലേക്ക് ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് റൈറ്റ് സൈഡിലേക്ക് ശ്വാസം എടുത്ത് നേരെ വരിക. ഇപ്പോഴാണ് 1 ആയത്. ദെൻ 2ലേക്ക് നമ്മൾ പോവുകയാണ്. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട്. ദെൻ 3ലേക്ക് പോകുന്നു. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട്. ശ്വാസം എടുത്ത് വരിക. ശ്വാസം വിട്ട് കാലുകൾ നീട്ടി വയ്ക്കുക.
റിലാക്സ് ചെയ്യുക. ഓക്കെ, റെസ്റ്റ് ചെയ്യുക. 3 തവണ നമ്മൾ ചെയ്ത് ഇനി നമ്മൾ ഒരു പുറകിലേക്കൊന്ന് ബെൻഡ് ചെയ്യുക. മീൻസ് 2 കാലുകളും ഒന്ന് മടക്കി വയ്ക്കുക. കാലിൻ്റെ ഹീൽസ് നമ്മുടെ ബട്ടക്സിന് പുറകിലായിട്ട് വേണം വയ്ക്കാൻ. ഇതുപോലെ സൈഡിലേക്ക് വെക്കരുത്. ഓക്കെ, പുറകിൽ വയ്ക്കുന്നു. കാലിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. മീൻസ് നമ്മുടെ ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ കീപ്പ് ചെയ്യണം. ഇതുപോലെ. ഓക്കെ, ഒത്തിരി വലുതായരുത്, ചെറിയ ഗ്യാപ്പ് ആയിരിക്കണം. ബട്ടക്സിന് പുറകിലായിട്ട് വേണം ഹീല് വെക്കാൻ. ഓക്കെ, ശരി. ഇനി കൈകൾ ഇരുവശങ്ങളിലും വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ ഹിപ്പ് മാക്സിമം ഉയർത്തുക. നല്ലപോലെ ഉയർത്തുന്നു. സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ നിൽക്കുക. 1 2 3 4 5 6 7 8 9 and 10. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴേക്ക് ഹിപ്പ് വയ്ക്കുന്നു. 2 കാലും മടക്കിയെടുക്കുന്നു. ഇതുപോലെ കൈകൾ കൊണ്ടൊന്ന് മുട്ടിൽ ഒന്ന് ഹഗ് ചെയ്യും. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് വലിച്ച് നെഞ്ചിലേക്ക് അടുപ്പിക്കുന്നു. സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ നിൽക്കുക. 1 2 3 4 5 6 7 8 9 and 10. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് കാലുകൾ നീട്ടിവെക്കുക. റെസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ടേബിൾ ടോപ്പ് പൊസിഷൻ അഥവാ 4 ഹാൻഡ് പൊസിഷനിലേക്ക് വരിക. ഇതേപോലെ നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ 4 ഹാൻഡ് പൊസിഷനിലേക്ക് വരുന്നു. ഈ 4 ഹാൻഡ് പൊസിഷനിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഹിപ്പ് ജോയിൻറ്റ് ടു നീ ഒറ്റ ലൈൻ ആയിരിക്കണം. അതായത് ഈ മുട്ടിനിടയിൽ ചെറിയൊരു ഗ്യാപ്പ് വരും. ആ സെയിം ഗ്യാപ്പ് തന്നെ നമ്മുടെ കാൽപ്പത്തികളുടെ ഇടയിലും കീപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഷോൾഡർ ടു റിസ്റ്റ് ഒറ്റ ലൈൻ ആയിരിക്കണേ. നമ്മുടെ ബോഡി നിവർന്ന് നിൽക്കണം. മീൻസ് നട്ടെല്ലാം നിവർന്നിരിക്കണം. നമ്മൾ സാധാരണ ചെയ്യിക്കുമ്പോഴത്തേക്കും ആളുകൾ ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊണ്ട് ചെയ്യും. തെറ്റാണിത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൈ മുന്നിൽ ആ ഷോൾഡർ ടു റിസ്റ്റ് ഒറ്റ ലൈൻ ആയിരിക്കണം. ശ്വാസം എടുത്ത് നടുവ് താഴ്ത്തി തല ഉയർത്തി നേരെ മുകളിലേക്ക് ശ്വാസം വിട്ട് നടുവ് ഉയർത്തുന്നു, തല താഴ്ത്തുന്നു, താടി നെഞ്ചിലേക്ക് ടച്ച് ചെയ്യുക. 1 ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 2 ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 3 ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 4 ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 5. ദെൻ ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് കാലിൻ്റെ വിരലുകൾ താഴെ പതിക്കുന്നതിനോടൊപ്പം കൈയൊന്ന് പ്രസ് ചെയ്ത് മുട്ടുകൾ ഉയർത്തുക. നമ്മുടെ ബട്ടക്സ് മാക്സിമം മുകളിലേക്ക് ഉയർത്തുന്ന ഹീൽസ് തറയിലേക്ക് ടച്ച് ചെയ്യുക. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ ഒരല്പം മുമ്പ് പറഞ്ഞു ഹിപ്പ് ജോയിൻറ്റ് നീ ഒറ്റ ലൈനായിരിക്കണം, ചെറിയൊരു ഗ്യാപ്പ് മുട്ടിന് ഇടയിലുണ്ടായിരിക്കണമെന്ന്. നമ്മൾ ഈ ഒരു 4 ഹാൻഡ് പൊസിഷനിൽ നിന്നും നമ്മുടെ പർവ്വതാസനം എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലേക്ക് പോകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഡൗൺവേർഡ് ഡോയിച്ചയുടെ ഉള്ളിലേക്ക് മാക്സിമം പുഷ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു പോസ് അധോമുഖ ശ്വാനാസനം എന്ന് പറയും. ആ ഒരു പൊസിഷനിലേക്ക് വരുമ്പോഴത്തേക്കും ചില യോഗാ സമ്പ്രദായങ്ങളിൽ കാൽപ്പത്തികൾ ചേർത്ത് വയ്ക്കുന്നതാണ്. മീൻസ് ഈ ഒരു പൊസിഷനിൽ കാൽപ്പത്തികളിനെ ചേർത്ത് വെച്ച് നിൽക്കും. അത് കറക്റ്റ് അലൈൻമെൻറ്റ് പ്രകാരം ശരിയല്ല. കാര്യം നമ്മുടെ ഹിപ്പ് ജോയിൻറ്റ് തൊട്ട് ഹീല് വരെ ഒറ്റ ലൈനായിരിക്കണം. അതായത് ആ കാൽപ്പത്തികളുടെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ പതിയെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് ശ്വാസം എടുത്ത് തല ഉയർത്തി നടുവ് താഴ്ത്തി ശ്വാസം വിട്ട് ഇതുപോലെ ഹീൽസ് തറയിൽ പതിക്കുക. നോട്ടം കാലിൻ്റെ വിരലുകളിൽ. ഓക്കെ, പർവ്വതാസനം എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ, മൗണ്ടൈൻ പോസ്റ്ററിൽ നമ്മൾ നോട്ടം
അഥവാ ദൃഷ്ടി നമ്മൾ കാലിൻ്റെ വിരലുകളിലാണ് കേന്ദ്രീകരിക്കുന്നത്. സ്റ്റേ ചെയ്യുക. 1, സാധാരണ ശ്വാസോച്ഛ്വാസം 2, 3, 4, 5, 6, 7, 8, 9, then 10. ശ്വാസമെടുത്ത് ശ്വാസം വിട്ട് 2 കാലിൻ്റെ മുട്ടും തറയിൽ പതിക്കുക. റിലാക്സ് ചെയ്യാൻ വരട്ടെ. ടേബിൾ ടോപ്പ് പൊസിഷനിൽ തന്നെ തുടരുക. അതിനുശേഷം നമ്മൾ ഹൈ പ്ലാങ്ക് പോസ് അഥവാ ദണ്ഡാസനത്തിലേക്ക് വരിക. മീൻസ് ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ ഇതുപോലെ നിവർത്തി. നമ്മളുടെ കൈകൾക്ക് ഇച്ചിരി മുന്നോട്ട് കയറിയിരിക്കണം. നമ്മളുടെ കൈകൾക്ക് ബലം കിട്ടുന്നതിനായിട്ട് നമ്മൾ ചെറിയൊരു എക്സർസൈസ് ചെയ്യാൻ പോണ്. നിങ്ങളുടെ സാധാരണ ശ്വാസോച്ഛ്വാസം നിങ്ങളുടെ വലത് കൈപ്പത്തി കൊണ്ടുവന്നിട്ട് ഇടത് ഷോൾഡറിലേക്ക് ടച്ച് ചെയ്യുക. ഇടത് കൈപ്പത്തി കൊണ്ടിട്ട് വലത് ഷോൾഡറിലേക്ക് ടച്ച് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ. ഇനി 2 കാലിന് മുട്ടും സാവധാനം തറയിൽ വയ്ക്കുന്നു. കാലിൻ്റെ പത്തി ഫ്ലാറ്റ് ആക്കുക. ശ്വാസം എടുത്ത് തല ഉയർത്തി ശ്വാസം വിട്ട് പുറകിലേക്ക് ഇതുപോലെ ഇരിക്കുന്നു. നെറ്റ് തറയിലേക്ക് കൊണ്ടുവരിക. സാധാരണ ശ്വാസോച്ഛ്വാസം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു നിശ്ചിത പ്രായം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൈയുടെ മസിൽസ് ഇങ്ങനെ തൂങ്ങാറുണ്ട് അല്ലേ, ഇങ്ങനെ തൂങ്ങിക്കിടക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സസൈസ് എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ ഒരു 50 തവണയൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രോബ്ലം വരത്തില്ല. നമ്മുടെ കൈക്ക് ഒരു ഷേപ്പ് കിട്ടും. ഓക്കെ, മീൻസ് നമ്മൾ വലിയ മസിലുണ്ടാവുമെന്നല്ല ഞാൻ പറഞ്ഞത്, ആ ഒരു തൂക്കം നിൽക്കും. ഓക്കെ, അപ്പോൾ ഇതുകൂടെ നിങ്ങൾ എല്ലാ ദിവസവും ഒന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ശരി, ഇനി നമുക്ക് ശവാസനം ചെയ്യാം. ശവാസനമല്ല, ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാം. ഓക്കെ, ഇതേപോലെ നമ്മൾ മലർന്ന് കിടക്കണേ. കാര്യം ഇത്ര എക്സർസൈസൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കിടന്ന് ഒന്ന് റിലാക്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിരി കിടക്കുക. നമ്മുടെ ശ്വാസോച്ഛ്വാസം സാവധാനം ആക്കാൻ ശ്രമിക്കുക. മീൻസ് നമ്മൾ പെട്ടെന്ന് സാവധാനത്തിലോട്ട് കൊണ്ടുവരരുത്, അതിന് സമയം കൊടുക്കുക. പതിയെ ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ശ്വാസോച്ഛ്വാസം മാത്രം അറിയുക. പതിയെ കാലുകളൊന്ന് കൂട്ടിച്ചേർക്കുക. വലത് കൈ മടക്കി വലത് കൈപ്പത്തി തലയുടെ താഴേക്ക് കൊണ്ടുവരുന്നു. 2 കാലുകളൊന്ന് മടക്കുന്നു. വലതുവശത്തേക്ക് ഒന്ന് ചരിഞ്ഞ് കിടക്കുക. ഇടത് കൈപ്പത്തി നെഞ്ചിന് മുന്നിലായി തറയിൽ പതിക്കുന്നു. കൈയൊന്ന് കുത്തുക. സാവധാനം എഴുന്നേറ്റ് ഇഷ്ടമുള്ള സിറ്റിംഗ് പൊസിഷനിലേക്ക് വരിക.
ഓക്കെ. പതിയെ കൈകൾ നെഞ്ചിന് മധ്യത്തിലായിട്ടൊന്ന് പിടിക്കുന്നു. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കണം. മനസ്സിൽ ഒന്ന് പ്രാർത്ഥിക്കുക. കൈകൾ ഒന്ന് റബ്ബ് ചെയ്യുക. ആ ചൂട് അടഞ്ഞിരിക്കുന്ന കണ്ണ് മുകളിലേക്ക് കൊടുക്കുക. പതിയെ കണ്ണുകളൊന്ന് കൈവെള്ളയിലേക്കൊന്ന് ഓപ്പൺ ചെയ്യുക. മുഖത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. പതിയെ കൈവെള്ളയിലേക്കൊന്ന് നോക്കുക. ഓക്കെ, ശരി. അപ്പോൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൺഡേ ടു സാറ്റർഡേ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു വെയ്റ്റ് ലോസ് എക്സർസൈസിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ഞാൻ ചെയ്യും. ഞായറാഴ്ച ഞാൻ ചെയ്യുന്നില്ല. കാര്യം ഞായറാഴ്ച ഒരു ദിവസം നമ്മുടെ ശരീരത്തിന് ഒരു ഫുൾ റെസ്റ്റ് എന്നുള്ള രീതിയിലോട്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ബാക്കി എല്ലാ ദിവസവും മൺഡേ ടു സാറ്റർഡേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പിന്നെ ചില ദിവസങ്ങളിൽ, ഒത്തിരി തിരക്കുള്ള ദിവസങ്ങളിൽ ഒരു പക്ഷേ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്നിരുന്നാലും പിറ്റേ ദിവസം ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ യോഗ മാറ്റ് അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് വന്നാൽ പിന്നെ നിങ്ങൾ ആക്റ്റീവായിരിക്കണം. ഞാനിതിങ്ങനെ എടുത്തെടുത്ത് പറയാനൊരു കാര്യം എന്ന് വെച്ചാൽ, പലപ്പോഴും യോഗ മാറ്റിൽ വന്ന് പലരും ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സങ്കടം തോന്നും. കാര്യം വെച്ചാൽ ഇവർ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. നമ്മൾ ചില സമയത്ത് ഈ പഠിപ്പിക്കാൻ വരുന്ന ആൾ ഭയങ്കര എനർജറ്റിക് ആയിട്ടായിരിക്കും വരുന്നത്. ഇവരുടെ ഈ ഒരു എക്സ്പ്രഷൻസ് കാണുമ്പോഴത്തേക്കും നമ്മളുടെ ആ ഉള്ള എനർജി കൂടെ ഒന്ന് താഴും. അപ്പോൾ നമ്മൾ മാറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ മൊബൈൽ നോക്കരുത്. കാര്യം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് മൊബൈൽ എടുത്ത് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലോട്ടായി പോവും. നമ്മുടെ സമയം പോവും. നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്, രാവിലെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ടോയ്ലറ്റിൽ പോയിട്ടായിരിക്കണം പ്രാക്ടീസ് ചെയ്യേണ്ടത്. അത് യോഗയാണെങ്കിലും ശരി, ജിമ്മാണെങ്കിലും ശരി, മാർഷൽ ആർട്സ് ആണെങ്കിലും ശരി, നിങ്ങൾ ടോയ്ലറ്റിൽ പോയിട്ട് ചെയ്യാവുള്ളൂ. അത് വേണമെങ്കിൽ ഒരു റുട്ടീൻ പോലെ ഇങ്ങനെ ചെയ്യാം. രാവിലെ എഴുന്നേറ്റു നമ്മൾ പല്ല് തേക്കുന്നു, ഫേസ് നല്ലോണം കഴുകുന്നു, കഴുകിയിട്ട് വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ചായ കുടിക്കുന്നവരോ അല്ലെങ്കിൽ കോഫി കുടിക്കുന്നവരോ ഒന്നും നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് ചായ കുടിക്കണേ ചായ കുടിക്കാം, കോഫി കുടിക്കണേ കോഫി കുടിക്കാം. അത് കഴിഞ്ഞിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തെ വിളിക്കുക. വിളിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ടോയ്ലറ്റിൽ പോകും. ടോയ്ലറ്റിൽ പോയിട്ട് വന്നിട്ട് ശരിക്കും കുളിച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. എന്നാലും കാര്യം യോഗ ചെയ്തിട്ട് വീണ്ടും കുളിക്കേണ്ടി വരും. കാര്യം നമ്മൾ വിയർക്കുമല്ലോ. അപ്പോൾ ടോയ്ലറ്റിൽ പോയി വന്നതിന് ശേഷം നിങ്ങൾ യോഗ ചെയ്യുക. യോഗ ചെയ്തതിന് ശേഷം കുളിക്കുക. മീൻസ് വിയർപ്പ് ഉണങ്ങിയതിന് ശേഷം കുളിക്കുക. കുളിച്ചിട്ട് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുള്ളൂ. അല്ലാതെ നമ്മൾ സാധാരണ കുറേ ആളുകൾ ചെയ്യുന്നൊരു രീതി എന്ന് വെച്ചാൽ ആ ഒരു വ്യായാമമൊക്കെ ചെയ്ത് വിയർത്ത് വരും, നേരെ ഫാനിടും, ഫാനിൻ്റെ താഴെ മാറിയിരിക്കും, ഭക്ഷണം എടുക്കും, ടി വി ഓൺ ചെയ്യും, കഴിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം കഴിഞ്ഞായിരിക്കും പോയി കുളിക്കുന്നത്. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വ്യായാമമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് വിയർപ്പ് ഉണക്കുക. കറക്റ്റ് പറഞ്ഞാൽ നേരിട്ട് ഫാനിൻ്റെ താഴെ വന്നിരിക്കരുതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ വിയർപ്പുണക്കാനായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പുറത്തെവിടെയിൽ നിന്ന് വിയർപ്പുണക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഫാനിൻ്റെ താഴെ നിന്നിട്ട് ആ ഫൈനൽ ടച്ചപ്പ് ഒന്ന് ചെയ്യുക. അതിനുശേഷം കുളിച്ച് കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിൽ വയ്ക്കുക. എംപ്റ്റി സ്റ്റൊമക്കിലെ നമ്മൾ വ്യായാമം ചെയ്യാവുള്ളൂ. ഇനി വൈകുന്നേരങ്ങളിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ലഞ്ച് കഴിച്ചിട്ട് ഒരു 3.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വ്യായാമം ചെയ്യാം. അതല്ല നിങ്ങളൊരു ചായ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ആണെങ്കിൽ ഒരു 45 to 1 hour അത് കഴിഞ്ഞിട്ട് ചെയ്യാവുള്ളൂ. നമ്മൾ കഴിച്ചിട്ട് പെട്ടെന്ന് പോയി ചെയ്യരുത്. അത് നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാക്കും. ഓക്കെ. കാര്യം ഒരിക്കലും ഇതുപോലെ എൻ്റെ അടുത്തൊരു ആൾ, ഒരു ഫോറിനർ യോഗ ചെയ്യാനായിട്ട് വന്നു. അപ്പോൾ ഇദ്ദേഹം എല്ലാ ദിവസവും വൈകുന്നേരമാണ് വന്നുകൊണ്ടിരുന്നത്. ഞാൻ ഇദ്ദേഹത്തിനെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം പോകുന്നന്ന് ഇദ്ദേഹം ഒരു 8:30 ആയപ്പോൾ എൻ്റെ അടുത്ത് പഠിക്കാനായിട്ട് വന്നു. പോകുന്നന്ന് അപ്പം ഇത്രയും ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇദ്ദേഹം പോകുന്നതുകൊണ്ടും
എനിക്ക് തോന്നുന്നു ആ ഒരു ഗസ്റ്റ് ഹൗസിൽ ബ്രേക്ക്ഫാസ്റ്റ് അതിനൊരു ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈം ആയതുകൊണ്ടും ആയിരിക്കും ഒരു പക്ഷേ പുള്ളി ആ ബ്രേക്ക്ഫാസ്റ്റ് ഒരല്പം കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇദ്ദേഹം ഇതെന്നോട് പറഞ്ഞുമില്ല. അപ്പം എൻ്റെ മനസ്സിലുള്ളത് പുള്ളിക്കാരന് അത്യാവശ്യം യോഗനെ കുറിച്ച് അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കും വന്നിട്ടുള്ളത്. കാര്യം ഇദ്ദേഹം യോഗ ഓൾറെഡി ഋഷികേശിലൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് വന്ന ഒരാളാണ് എൻ്റെ അടുത്ത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഞാൻ പഠിപ്പിച്ചു. അതിൻ്റെ അകത്ത് കൂടുതലും നമ്മൾ ഈ പറയുന്ന ഷോൾഡർ സ്റ്റാൻഡിങ്, അതുപോലെ തന്നെ ഹലാസന, അങ്ങനെയുള്ള പോസ്റ്റേഴ്സാണ്. അഡ്വാൻസ് ലെവലിലോട്ടാണ് ഞാൻ ചെയ്തത്. ഹെഡ് സ്റ്റാൻഡിങ് ഇതൊക്കെയാണ് ചെയ്തത്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വയറ് വേദനിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ച് എന്ത് പറ്റി, ഇങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ. കാര്യം വെച്ചാൽ യോഗ ഓൾറെഡി ഇദ്ദേഹം ചെയ്യുന്നതാണ്, യോഗ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഇവിടുന്ന് യോഗ ക്ലാസ് കഴിഞ്ഞ് നേരെ റൂമിൽ ചെന്ന് ലഗേജ് എടുക്കുന്നു, ചെക്കൗട്ടായി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വന്നതെന്ന് ഇദ്ദേഹം എന്നോട് പറഞ്ഞു. ഒരിക്കലും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് കയറി യോഗ ചെയ്യരുത്. അത് തെറ്റാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വയറിന് ബുദ്ധിമുട്ട്, അസ്വസ്ഥതകൾ ഉറപ്പായിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കുക, എംപ്റ്റി സ്റ്റൊമക്കിലെ യോഗ ചെയ്യാവുള്ളൂ. രാവിലെ ആണെങ്കിൽ നമ്മൾ ടോയ്ലറ്റിൽ പോയിട്ട് വന്നിട്ട് ചെയ്യുക. വൈകുന്നേരം നിങ്ങൾ ടീ വിത്ത് സ്നാക്സ് എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു 1 hour കഴിഞ്ഞിട്ട് ചെയ്യുക. അപ്പോൾ അതൊന്നും മനസ്സിൽ വെച്ച്, അപ്പോൾ എല്ലാവരും എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങളുടെ ബോഡിക്ക് ഒരു റെസ്റ്റ് കൊടുക്കുക. ബട്ട് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട്, എല്ലാ ദിവസവും എന്ന് പറയുന്ന സംഭവമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എന്ത് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ ദിവസവും നമ്മളത് ചെയ്യുമ്പോഴാണ് നമ്മളിലേക്ക് ആ ഒരു കാര്യം വന്നു ചേരുന്നത്. നമ്മൾ ഒരു പോസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ അകത്ത് ആ ഒരു പൂർണ്ണതയിലോട്ട്, ആ ഒരു പെർഫെക്ഷനിലോട്ട് എത്തുന്നത് നമ്മൾ പല പ്രാവശ്യം ആവർത്തിക്കുമ്പോഴാണ്. അല്ലേ, വളരെ ഫേമസ് ആയിട്ടൊരു യോഗ ടീച്ചർ ഉണ്ടായിരുന്നു, പട്ടാമ്പി ജോയ്സ്. ഇദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യമുണ്ട്, പ്രാക്ടീസ് 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 ദെൻ എവറിത്തിങ് കം ഇൻ യുവർ ലൈഫ്. അത് കറക്റ്റാണ്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. എന്താണെങ്കിലും മീൻസ് യോഗയോ അല്ലെങ്കിൽ മാർഷൽ ആർട്സോ അല്ലെങ്കിൽ ജിമ്മോ എന്താണെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുക. മീൻസ് ഒന്നും ചെയ്യാതെ ഇരിക്കരുത്. പ്രത്യേകിച്ച് നമ്മൾ ഓഫീസ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയൊക്കെ ഇരുന്നാൽ മറ്റ് പല അസുഖങ്ങളും നമുക്ക് വരാൻ അത് കാരണമാവും. മീൻസ് ഒരു എക്സർസൈസും ചെയ്യാണ്ട് നമ്മൾ ജോലി, വീട് മാത്രമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിലേക്ക് ആ ചെറുപ്പത്തിൽ തന്നെ പല അസുഖങ്ങളും വരും. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക.